ഹലോ, നമസ്കാരം. ഇപ്പം നമുക്ക് ഇന്നിപ്പോൾ ജാസ്മിൻ ബഡ്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മുല്ലപ്പൂവിൻ്റെ മുട്ട നമുക്കിപ്പോൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് മുല്ലപ്പൂ മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ടിഷ്യൂ പേപ്പർ, പിന്നെ മഞ്ഞ കളറ് പെയിൻറ്റ്, ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്രീൻ കളറ്, പിന്നെ കുറച്ച് ഫെവിക്കോള്, പിന്നെ കുറച്ച് വെള്ളം. ഇത്ര സാധനം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. പിന്നെ ഒരു ചെറിയ ബ്രഷും ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് നോക്കാം. ടിഷ്യൂ പേപ്പർ, ഇവിടെ 2 ഷീറ്റ് ഒന്നിച്ചാണ് വെട്ടുന്നത്. നമുക്ക് നടുവേ മടക്കാം. നടുവേ മടക്കിയിട്ട് ഇത് ഒന്ന് കണ്ടിക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മടക്കി വെച്ച ഭാഗം ഇതുണ്ടോ, ഇതിങ്ങനെ 4ആയിട്ട് മുറിക്കാം. ഞാൻ കുറേശ്ശെ വെച്ച് കഴിക്കണമെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ച് മുറിച്ചാൽ ഒട്ടി പിടിച്ചാൽ പിന്നെ വിടുത്തിയെടുക്കാൻ പാടാവും. അതുകൊണ്ടാണ് കുറേശ്ശെ കണ്ടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പേപ്പർ 4ആയിട്ട് മുറിച്ചു. ഇനി നമുക്കിതിനെ ഒന്നും കൂടി 4ആയിട്ട് മുറിക്കണം. നടുവേ വെച്ച് നമുക്ക് കുറച്ച് വലിപ്പം മതി. അതുകൊണ്ടാണ് എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ മുറിക്കാൻ നോക്കണം. ഇപ്പോൾ കണ്ട ഞാനിതാ. ഇനി നമുക്കിത് വിടുത്ത് ഇങ്ങനെ മടിച്ചിട്ട് ഒന്നടക്കണ്ടിരിക്കാം. അല്ല, ഇതിപ്പോൾ നമുക്ക് ഇത്ര മതി. ഒരു 1 ഇഞ്ച് സ്ക്വയർ ആയിട്ടുള്ള ഒരു പേപ്പറാണ് വേണ്ടത്. ഇത് കണ്ടോ, 1 ഇഞ്ച് സ്ക്വയർ. എല്ലാം നമുക്കിങ്ങനെ വിടുത്തിയിടാം. വിടുത്തിയിട്ട് ഒന്നര കണ്ടിക്കണമെങ്കിൽ ഒന്നര കണ്ടിക്കാം. എല്ലാ പീസും കണ്ടിക്കേണ്ട വരില്ല. ചില പീസുകൾ ഒട്ടിയിട്ടുണ്ടാക്കും, അത് മാത്രം കണ്ടിച്ചിട്ടാൽ മതി. ഇത് ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ലെയറാണ് കണ്ടോ. ഇനി ഇതിന് കണ്ടോ, ഇനി ഇതില്ല. ഇത് കണ്ടോ, കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ കൊടുക്കണം. പിന്നെ കുറച്ച് സൂക്ഷിച്ചെടുക്കണം. ടിഷ്യൂ പേപ്പർ ആയാലും പെട്ടെന്ന് കീറിപ്പോവും. പിന്നെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കട്ടി കൂടിയ ടിഷ്യൂ പേപ്പർ എടുക്കരുത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ് വേണ്ടത്. ഒത്തിരി കട്ടിയായിട്ടുള്ളതാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കനം കുറഞ്ഞ് ഈ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പറാണ് ഏറ്റവും ബെറ്റർ. ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പറാണെങ്കിൽ ഭയങ്കര നല്ല സോഫ്റ്റാണ്. അതുകൊണ്ടാണെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നു. കിച്ചൺ റോളിലെ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ കനം കുറഞ്ഞ പേപ്പർ ഉപയോഗിക്കുകയാണ് നല്ലത്. കട്ടി കൂടി. അപ്പോൾ നമ്മളിതിങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മളിത് ടൂത്ത് പിക്ക് എടുക്കുക. ഒരു ഇയർ ബഡ്സ് എടുക്കാനായിട്ട് ഇയർ ബഡ്സ് ഇല്ലെങ്കിൽ ടൂത്ത് പിക്ക് എടുത്താലും മതി. ഇപ്പോൾ ഇതെടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ഇർക്കിളി എടുത്താലും മതി. ഇതിങ്ങനെ എടുക്കുക. ഞാൻ ഉണ്ടാക്കണം എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ എടുക്കുക. ഇതിനിങ്ങനെ നടുവേ മടക്കണം. നടുവേ മടക്കിയിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇത് വയ്ക്കണം. കണ്ടോ, നടുഭാഗത്തായിട്ട് ഇത് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്നോടെ മടക്കുക. ഇത് കഴിഞ്ഞ് ഇങ്ങനെ മടക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചുറ്റി കൊണ്ടുവരിക. കണ്ടോ, ഇങ്ങനെ ചുറ്റിപ്പറ്റി കണ്ടോ, ഇങ്ങനെ റോളായിട്ട്
ചുറ്റി ചുറ്റി കൊണ്ടുവന്നു. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെ എടുക്കുക, ഇതിനെ ഇങ്ങനെ കണ്ടോ കോർണറായിട്ട് പിടിക്കുക, കോർണറായിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് വയ്ക്കണം കണ്ടോ, നടുഭാഗത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിങ്ങനെ കോണായിട്ട് മടക്കുക, ഇത് കണ്ടോ കോണായിട്ട് മടക്കണം, നേരെ മടക്കരുത്, ഇങ്ങനെ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വന്നു, ഈ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി. ഇനി നമ്മളിതിനെ ഇങ്ങനെ ഈ സൈഡിലുള്ള ഈ 2 ചിറക് പോലെയുള്ളതില്ലേ അതിന് നമ്മൾ ഇങ്ങനെ മടക്കരുത്, ഇങ്ങനെ നമ്മൾ താഴേട്ട് പിടിക്കണം കണ്ടോ, 2 സൈഡും ഇങ്ങനെ താഴേട്ട് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുറുക്കി ഇവിടെ പിടിക്കുക, ഇവിടെ മോൾ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് ഈ താഴ്ഭാഗം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കണ്ടോ. നല്ല ടൈറ്റായിട്ട് ഈ അടിഭാഗം, മോൾ ഭാഗം ഒത്തിരി ടൈറ്റാക്കണ്ട, പക്ഷേ അടിഭാഗം നന്നായിട്ട് ടൈറ്റായിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റട വയ്ക്കാം, അതുപോലെ തന്നെ ഇതുപോലെ വയ്ക്കുക, ഇങ്ങനെ മടക്കുക, കോണോട് കോണ് മടക്കുക. അത് കഴിഞ്ഞ് ഈ 2 സൈഡും ഇങ്ങനെ താഴേട്ട് പിടിക്കുക കണ്ടോ, അതും ഇടിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടിനൊരു ഷേപ്പ് കിട്ടാനും പിന്നെ മുട്ടിന് ഇച്ചിരി വലിപ്പം ഉണ്ടാവാനും വേണ്ടിയിട്ടാണ്. ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് മുറുക്കിയിട്ടുണ്ട്. ഇത് ഊരി കഴിഞ്ഞിട്ട് മുകളിലൊന്ന് ഇങ്ങനെ പയ്യെ ഒന്ന് പ്രസ് കൊടുത്താൽ കണ്ടോ, ഇങ്ങനെ അല്ലി പോലെ വന്നെ കണ്ടോ, ഇതാണ് ശരിക്കും വേണ്ട. ഇങ്ങനെ ഒന്ന് പയ്യെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഇനി മുളയിൽ നിന്ന് പിടിക്കരുത്, ഈ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ചൊന്ന് ടൈറ്റാക്കുക, ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ടൈറ്റാക്കി. ഇനി നമുക്കിത് വീട് വയ്ക്കാം. ഇനി അടുത്ത് എടുക്കാം. ഇങ്ങനെ മടക്കുക, നടുഭാഗത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് മുകളിൽ നിന്ന് താഴേട്ട് മടക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒന്നോടെ മടക്കുക. ഇതിനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. ഇത് റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഒത്തിരി ടൈറ്റാക്കണമെന്നൊന്നുമില്ല, നമ്മുടെ സൗകര്യം പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ ഷീറ്റ് എടുത്ത് ഇങ്ങനെ കോണോട് കോണ് വയ്ക്കുക, കണ്ടോ, ഇങ്ങനെ മടക്കുക. ഇത് താഴോട്ട് വയ്ക്കുക, ഇതും താഴോട്ട് വയ്ക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് പൂ ഉണ്ടാക്കാൻ പറ്റും. അടുത്ത ഒരു വെക്കണം, 2 ഷീറ്റ് ഇങ്ങനെ വെക്കണം. അകത്ത് നമ്മളൊരു ഷീറ്റാണ് മടക്കി വെച്ചത്. ഇങ്ങനെ ആകെ ടോട്ടൽ 3 പീസാണ് നമുക്ക് വേണ്ടത്. ഇത് കണ്ടോ, ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ അല്ലി പോലെ വന്നാക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇതിന് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് മുകളിൽ നിന്നൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല കണ്ടോ, നല്ല മുട്ട മുല്ലിൻ്റെ ഇതുപോലെ വരും. ഇപ്പോൾ നമ്മൾ ഇനി ഇവിടെ പ്രസ് ഒതുക്കാൻ പാടില്ല, ഇവിടെ ഈ താഴെ മാത്രം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ കുറച്ച് വിടുന്നൊക്കെ ഇരിക്കണം, അത് കുഴപ്പമില്ല. അത് നമ്മൾ ഇനി ഇവിടെ പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് ടൈറ്റ് ആയിക്കോളും. പേപ്പറല്ലേ. എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ പശയൊന്നും പറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിങ്ങനെ വെച്ചാൽ മതി. ടിഷ്യൂ പേപ്പറല്ലേ, സോഫ്റ്റ് പേപ്പറായ കാരണം കൊണ്ട് നമുക്ക് ഇതിങ്ങനെ തന്നെ ഇരുന്നോളൂ. ഇതിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കടയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ വീട്ടമ്മമാർക്ക് ഒരു വരുമാനമായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ കുട്ടികൾക്ക് ഡാൻസിന് നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ കുറച്ച് ഒരു ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ ഞെടുപ്പയിലൊരു പച്ച കളർ വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുക. എന്ത് പാത്രം വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഒരു ചെറിയ പ്ലേറ്റോ പിന്നാണി എന്തെങ്കിലും എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ അതെടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞ പെയിൻ്റ് എടുക്കുക.
പിന്നെ കുറച്ച് ഗ്രീൻ കളർ. ഇതിപ്പോൾ ഞാൻ ഫെവിക്രിലിൻ്റെ ഗ്രീൻ കളർ പെയിൻറ്റ്, ഫാബ്രിക് പെയിൻ്റാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റ് ഇല്ലെങ്കിൽ മഷി ഉപയോഗിച്ച് അന്നേരം പച്ചയും മഞ്ഞയും മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി ഇങ്ങനെ ലിക്വിഡായി പോകും. അതുകൊണ്ടാണ്. അപ്പം ഉണ്ടോ, ഈ കളറാണ് ഉണ്ടാവും, ലൈറ്റ് യെല്ലോ കളർ വന്നു. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ഡ്രോപ്സ് ഫെവിക്കോളും കൂടി ഒഴിക്കാം. ഫെവിക്കോൾ ഒത്തിരി ആവശ്യമില്ല, ശകലം മതി. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ സൈഡ് ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശകലം ഇതൊന്ന് ലൂസാവാൻ വേണ്ടി ഒരു 2 ഡ്രോപ്സ് വെള്ളവും കൂടി ചേർക്കാം. ഇനി നമുക്കിതെന്താണെന്ന് വെച്ചാൽ ബ്രഷ് കൊണ്ട് ഇത് വെട്ടാൻ പറ്റില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ വെട്ടണം. ഒരു വേസ്റ്റ് പേപ്പർ നമ്മൾ കൈ പിടിക്കുക എപ്പോഴും. ഇത് പെയിൻ്റ് ആയാലും എന്തെങ്കിലും ഇതിൻ്റെ ഇവിടെ ഒന്നും പെയിൻറ്റ് പറ്റാൻ പാടില്ല, ഇവിടെ മാത്രമാണ് പെയിൻറ്റ് പറ്റാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പിടിക്കുക. ഇനി ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആക്കുമൊന്നും വേണ്ട, ഇവിടെ മാത്രം ഇങ്ങനെ ഈ വിരൽ ഇങ്ങനെ തൊട്ടിട്ട് എന്താ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റും ഒന്നങ്ങ് പറ്റി കൊടുക്കണം റൗണ്ടിൽ. ഉണ്ടോ? അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ടൈറ്റായി വരികയും ചെയ്യും. ഇവിടെ ടൈറ്റ് ആക്കരുത്, ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കണം. വേണ്ട, ഇവിടെ നന്നായിട്ടൊന്ന് പറ്റി കൊടുക്കണം. അതുപോലെ നമുക്കെല്ലാം ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇത് പിന്നെ വിടുന്ന് പോവുകയില്ല, നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് വിടുന്ന് പോകുമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ ഇരുന്നോളൂ. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നോളൂ, ഒരു കുഴപ്പവും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഇത് കഴിഞ്ഞു. ഇത്ര വളരെ സിമ്പിളേ ഉള്ളൂ. ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്കിനി ബഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടോ? അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി കുറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കി കുറച്ചുണ്ടാക്കി വെച്ചിട്ട് നമുക്ക് മാല, ഇങ്ങനെ ഒരു മാല കെട്ടി ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ മുല്ലപ്പൂവിൻ്റെ ബഡ്സായി. ഇപ്പോൾ ഇത് നമുക്കിങ്ങനെ കെട്ടിയിട്ട് കടയിൽ കൊടുക്കാം. കടയിൽ കൊടുത്താൽ ഇതിങ്ങനെ തന്നെ പാക്കറ്റായിട്ട് കടയിൽ കൊടുത്താലും മതി, നമുക്ക് നല്ല വില കിട്ടും. പിന്നെ മാലയായിട്ട് നമുക്ക് തലയിൽ വയ്ക്കാം, എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.